ഹലോ വെൽക്കം ബാക്ക്. ഞങ്ങൾ ഭൂമിക വെഡിക്സിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് 1 year ബാക്ക്. അതിന് അത്യാവശ്യം നല്ല വ്യൂസും സപ്പോർട്ടും കിട്ടിയേക്കുന്ന വീഡിയോ തന്നെയാണ്. പക്ഷെ അതിൻ്റെ താഴെയിൽ കുറേ നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. പിന്നെ ആ വീഡിയോ ഞങ്ങൾ പ്രൊമോഷനൊന്നും ചെയ്തതല്ല. ആ വീഡിയോസിൽ പറയുന്നത് എല്ലാം ശരിയാണ്, വിത്ത് പ്രൂഫാണ് നമ്മൾ ആ വീഡിയോ ആ വീഡിയോ കാണാത്തവർക്ക് ഒന്നും കൂടി വേണമെങ്കിൽ പോയി കാണാം. പിന്നെ ഈ വീഡിയോ ചെയ്യാൻ കാരണം അത്രയും നെഗറ്റീവ് കമൻറ്റ്സ് വന്നുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഒന്നും കൂടി ചെയ്യാം. അതിൽ എനിക്ക് തോന്നുന്നത് റിവ്യൂസിൽ ഇതിൽ ആരോ പറയുന്നുണ്ടായിരുന്നു ഇതേപോലെ അവർക്ക് നെഗറ്റീവ് കമന്റ്സ് ഇടുമ്പോ അവര് ഡിലീറ്റ് ആക്കിയിട്ട് അതൊന്നും നമുക്കറിയില്ല. നമ്മുടെ അവസ്ഥയും നമ്മുടെ കാര്യങ്ങളാണ് ആ വീഡിയോ എങ്ങനെയായിരുന്നു എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറെ പേര് കാര്യം മിക്കവരും ചിലപ്പോൾ നെഗറ്റീവ്സ് മാത്രമായിരിക്കാം പറയണത്, പോസിറ്റീവ്സ് ഉള്ളത് പറയാത്തതുകൊണ്ടായിരിക്കാം. കാര്യം ഞങ്ങൾക്ക് അത് പോസിറ്റീവ് ആയതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. പിന്നെ ഞാൻ പേഴ്സണലി അത് യൂസ് ചെയ്യണില്ല, ബിക്കോസ് ഞാൻ ഓയിൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്യാത്തത്. എന്തായാലും അന്നമ്മ പറയട്ടെ ബാക്കി കാര്യങ്ങൾ. ഞാൻ കഴിഞ്ഞ ജൂലൈയിലോട്ടത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ചുമ്മാ ജസ്റ്റ് ഇൻസ്റ്റാ ഫീഡിൽ വന്നിട്ട് ഞാൻ ഓയിൽ യൂസ് ചെയ്ത് തുടങ്ങിയതാണ്. അത് യൂസ് ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു. സമ്മതിക്കില്ല, യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല രീതിക്ക് മുടി കൊഴിച്ചിൽ നല്ല രീതിക്ക്, ഞാൻ ആ ടൈമിൽ ഭയങ്കര സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് നല്ല രീതിക്ക് എൻ്റെ മുടി കൊഴിയുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ കളി ഹെയർ ആയതുകൊണ്ടിട്ട് ഞാൻ ഡെയിലി മുടി കഴുകൂല. ഞാൻ ആഴ്ചയിൽ 2 ദിവസം മുടി കഴുകത്തുള്ളൂ, ബുധനാഴ്ചയും സൺഡേ. അതാണ് എൻ്റെ ഹെയർ ഡേ. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഭൂമിവേദിക്ക് സ്റ്റാർട്ട് ചെയ്തു. മുടി കൊഴിച്ചിൽ നല്ല രീതിക്ക് നിന്നു. എനിക്ക് താരൻ നല്ല രീതിക്ക് പോയി. പക്ഷെ ഇതേപോലെ എൻ്റെ ഒരു ഫ്രണ്ടിന് കൂടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ട് ആ ചേച്ചിക്ക് താരൻ്റെ ഇഷ്യൂ ഉണ്ടായി, താരൻ പോയില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കങ്ങനെ പേഴ്സണലി പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, മുടി കൊഴിച്ചിലിൻ്റെ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. മുടി നീണ്ടു. ഇപ്പം ഈ മുടി ഭയങ്കര ഞാൻ ടേക്ക് കെയർ ചെയ്യാണ്ട് കിടക്കുന്നത്, അതുകൊണ്ട് കേൾസൊന്നും ഇത്ര പ്രോപ്പറായിട്ടല്ല കിടക്കുന്നത് കാണാം. പക്ഷേ മുടി നന്നായിട്ട് കിടക്കണ വീഡിയോ ഫോട്ടോ വേറെ ഉള്ളത് ഞാൻ അയച്ചു തരാം. അപ്പോൾ പിൻ ചെയ്ത് കാണിച്ചാൽ മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് മുടി വളർന്നത് കാണാനായിട്ട് പറ്റും. പിന്നെ എനിക്ക് തോന്നുന്നു ഓരോരുത്തർക്കും ഒരെണ്ണ എന്ന് പറയണത് എല്ലാവർക്കും പറ്റൂലല്ലോ. ഇപ്പോൾ വെളിച്ചെണ്ണയാണെങ്കിൽ പോലും എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള എണ്ണയും കാര്യങ്ങളും ഒന്നും പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനെ ആയിട്ടായിരിക്കും, കുറ്റമായിട്ട് പറയുന്നതല്ല, ചിലപ്പോൾ അങ്ങനെ ആയിട്ടായിരിക്കും പറ്റാത്തത്. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ കൂടെ വർക്ക് ചെയ്യണ ചേച്ചിക്ക് ആ ഹെയർ ഓയിൽ പറ്റിയില്ല. പിന്നെ എൻ്റെ വേറൊരു ഫ്രണ്ടിന് ഇതേപോലെ തന്നെ താരൻ്റെ ഇഷ്യൂസ് പറഞ്ഞു. പക്ഷെ എനിക്ക് പേഴ്സണലി അങ്ങനെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നില്ല. പിന്നെ ഈ മുടി ഞാൻ വിചാരിച്ച പോലെ നീളണില്ല. മുടി നീളുന്നുണ്ട്, പക്ഷെ ഞാൻ വിചാരിച്ച പോലെ നീളുന്നില്ല. എന്താണെന്നറിയാൻ പാടില്ല. ഞാൻ വളരെ കഷ്ടപ്പെട്ടുന്നുണ്ട് നീട്ടാനായിട്ട്. പക്ഷെ അന്നത്തെക്കാളും ഒക്കെ നല്ല നീട്ടം വെച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഓയിൽ നല്ല രീതിക്ക് തന്നെ എനിക്ക് ഇതായി. പിന്നെ നെഗറ്റീവ് കമന്റ്സ് കണ്ടിട്ട് ഞാൻ ആ കുറേ നെഗറ്റീവ്, കാരണം ഞാൻ അവരുടെ പേജിൽ കയറി നോക്കുമ്പോഴാണേലും ഞാൻ ഒട്ടും നെഗറ്റീവ് കമന്റ്സോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല. ശരിയായിരിക്കാം, നമുക്കറിയില്ല. അപ്പൊ ഞാൻ അന്നോട്ട് ഇന്ന് വരെ ഞാൻ ഭൂമിയുടെ എണ്ണ തന്നെയാണ്. ഇനി നിങ്ങൾ കമന്റ് ചെയ്യുമ്പോ നല്ലതും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതേപോലത്തെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ നോക്കാം. അതേപോലെ എന്റെ ഫ്രണ്ട്സ് കുറെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്, എങ്ങനെയാ എണ്ണ നല്ലതാണ്. ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റയിൽ ഫ്രണ്ട്സ് ഒക്കെ കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ 2 കമന്റും കൂടി കൂട്ടിയിട്ടാണ് പറയുന്നത്. എൻ്റെ ഫ്രണ്ടിനെ വെച്ചിട്ട് ഇങ്ങനെ താരൻ്റെ ഇഷ്യൂ ഒക്കെ വന്നിട്ടുണ്ട്, പക്ഷെ മുടി കൊഴിച്ചിൽ നിന്നു എന്ന് പറഞ്ഞു, പക്ഷെ താരൻ്റെ ഇഷ്യൂ വരുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ചില സമയത്ത് എനിക്ക് തോന്നും, എനിക്ക് ഈ ഞാൻ പറഞ്ഞല്ലോ ആഴ്ചയിൽ 2 ദിവസത്തെ തല കഴുകുള്ളൂ. അപ്പം മുടി പോകുന്നത്, പിന്നെ എൻ്റെ മുടി അങ്ങനെ ഊരി പോവില്ല. ഞാനങ്ങനെ മുടി വലിച്ച് ഊരി കളയത്തുമില്ല. മുടി ചെയ്യുകയും ചെയ്യാത്തത് കൊണ്ടിട്ട് ആ 3 ദിവസത്തെ അടുപ്പിച്ച എൻ്റെ മുടി പോകുന്നത്. പിന്നെ ചില സമയത്ത് എനിക്കും തോന്നും മുടി കൊഴിച്ചിൽ ഇപ്പോൾ കൂടിയോ. പിന്നെ ഞാനത് ചെയ്യും. ചിലപ്പോൾ സ്ട്രെസ്സും അതേപോലെ തന്നെ നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കുന്നുണ്ടല്ലോ. പക്ഷെ അന്ന് നമ്മൾ പറഞ്ഞത് ശരിയുള്ള കാര്യം. ഇപ്പൊ എനിക്കാണെങ്കിലും താരം പോയി. പിന്നെ ഞാനത് ട്രൈ ചെയ്തിട്ടില്ല, ബിക്കോസ് എനിക്ക് ഓയിലിന്റെ നല്ല പ്രശ്നമുള്ളതാണ്. ഓയിൽ എനിക്ക് തേച്ചപ്പം പറ്റില്ല, അതുകൊണ്ടാണ്. അതിൻ്റെ അവർ പറയുന്നുണ്ട് നീരിറക്കം ഉള്ളവർക്ക് യൂസ് ചെയ്യാന്ന്. പക്ഷെ അതൊന്നല്ല, എനിക്ക് ഒരു ഓയിലും പറ്റില്ല. അതും യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ പറ്റിയില്ല. ബട്ട് താരം അന്ന് പോയായിരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ യൂസ് ചെയ്തിട്ടില്ല, ഒരു പേടി കൊണ്ട്. എനിക്ക് പിന്നെ താരൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ
ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വീഡിയോസ് ഒന്നുകൂടെ ചെയ്യാൻ തോന്നിയ ആ ഒരു നെഗറ്റീവ് കമൻസ് അങ്ങനെ കണ്ടപ്പോൾ സെയിം സാധനവും സെയിം കാര്യമൊക്കെ ആയതുകൊണ്ടിട്ട് ഒന്നുകൂടെ സെയിം ഇതാണ്, സെയിം ഒപ്പീനിയൻ തന്നെയാണ്, മാറിയിട്ടൊന്നുമില്ല. പക്ഷെ ഒരു 2-3 ഫ്രണ്ട്സോട് പറഞ്ഞ കാര്യങ്ങൾ ആഡ് ചെയ്യാം. നെഗറ്റീവ് കമന്റ്സും വന്നല്ലോ. പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവും വന്നുകൊണ്ട് നമ്മൾ അതൊന്നും കൂടി ചെയ്തതാണ്. പിന്നെ നമ്മുടെ പ്രൊമോഷനും കാര്യങ്ങളും അല്ലായിരുന്നു അതുകൊണ്ടാണ് ഒരു നല്ലൊരു യൂസ് കിട്ടിയപ്പോ ഞങ്ങൾ പിന്നെ ഞാൻ ചെയ്യണതും എല്ലാ പ്രൊഡക്ട്സിന്റെ റിവ്യൂ ആണെങ്കിലും എനിക്ക് അത്രയും നല്ലതായിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. നിങ്ങൾക്ക് അല്ലാതെ ഞാൻ ഒട്ടുമിക്ക പ്രൊഡക്ട്സും ട്രൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നല്ലത് നല്ല രീതിയിൽ മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുള്ളൂ, ഇനി ചെയ്യാൻ പോകുള്ളൂ. അല്ലാതെ ഇവിടെ കുറച്ച് സമ്മതിക്കൂല, ഇടിപിടിക്കാൻ പറ്റൂല, ഇടിപിടിക്കാൻ പറ്റൂല. ഓക്കെ ഗൈസ്, ഇനി നടക്കും തോന്നണില്ല. അയ്യോ. സോ ഇനിയും ഞങ്ങൾ നല്ല നല്ല വീഡിയോസ് ആയിട്ടൊക്കെ വരാം. പിന്നെ ഞങ്ങളുടെ എല്ലാ വീഡിയോസും സപ്പോർട്ട് ചെയ്യാം. അക്രമമാണ് ഞാൻ ഇവിടെ അനുഭവിക്കുന്നത് എന്താണെന്ന് അറിയോ? അക്രമമാണ്. കണ്ടാ 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 അതിന്റെ ഒരു ഹുൾക്ക് മതി. സോ നിങ്ങള് ബൈ.